എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. വ്യത്യസ്തമായ രീതിയിൽ ഉരുളക്കിഴങ്ങും മുട്ടയും കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 2 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. മീഡിയം വലുപ്പത്തിലുള്ള 2 ഉരുളക്കിഴങ്ങാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. വലിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ ഒരെണ്ണം മതിയാകും. ഉരുളക്കിഴങ്ങ് ഇതേപോലെ എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു മുട്ട ഉടച്ചൊഴിച്ചു കൊടുക്കാം. ഇനി മുട്ടയും ഉരുളക്കിഴങ്ങും കൂടി നന്നായിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങിൽ വെള്ളമയവും മുട്ടയും എല്ലാം കൂടെ ചേർന്നൊരു ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കും. ഇനി ഇതിലേക്ക് ഒരു പകുതി സവാള അതേപോലെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. സവാള ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം വളരെ കനം കുറച്ച് അരിഞ്ഞു കൊടുത്തതിലേക്ക് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഈ വലിപ്പത്തിലുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതേപോലെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനെല്ലാം ഒരേ രീതിയിൽ അങ്ങ് വീഴട്ടെന്ന് പറഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് കൊടുത്തതാണ്. ഇഞ്ചിയും വളരെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്താലും മതിയാകും. ഇഞ്ചിയും ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വളരെ ചെറുതായിട്ട് അരിഞ്ഞ കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുള്ളിൽ തന്നെ ഉള്ള വാട്ടർ കണ്ടന്റ് തന്നെ മതിയാകും മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കൈ കൊണ്ടൊന്നുകൂടി ഒന്ന് കുഴച്ച് കൊടുക്കാം. ഇനി ഇതിൽ നിന്നും കുറേശ്ശെയായിട്ടെടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരളവിൽ ഷേപ്പ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കുറേശ്ശെ എടുത്ത് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അത് എണ്ണ നന്നായി ചൂടായി കിടക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് നന്നായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വറുത്ത് കോരിയെടുക്കാം. ഉരുളക്കിഴങ്ങും മുട്ടയും ഉള്ളിയും എല്ലാം കൂടെ ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ പ്രത്യേക ടേസ്റ്റാണ്. ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ. ഇപ്പോൾ ഒരു സൈഡ് പരുവായി വന്നപ്പോൾ എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഒരു പ്രാവശ്യം കൂടി നന്നായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ മറിച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്നുകൂടി ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. സ്നാക്ക് നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട്. ഒരു സമയമാകുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി ബാലൻസ് ഉള്ളതും കൂടി നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്ത് കോരിയെടുക്കാം. ഈ ഒരു അളവിൽ നിന്ന് ഏകദേശം ഒരു 11-12 എണ്ണം വരെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ഒന്നുകൂടി ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ സ്നാക്കെല്ലാം തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു രീതിയിൽ മുട്ടയും ഉരുളക്കിഴങ്ങും മൈദയും എല്ലാം കൂടെ വെച്ച് ഈ സ്നാക്ക് ഒന്ന് തയ്യാറാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.